എന്നെ സഹായിക്കാനില്ല, എനിക്ക് വേണ്ടി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആരുമില്ല എന്നോർത്ത് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇരമ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായം നാം വായിക്കുമ്പോൾ അകമ്പടി നായകൻ ഇരമ്യാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവം അറിയിച്ച ദൈവിക ആലോചനകൾ ഇരമ്യാവിനോട് പറയുന്നത് നമുക്ക് കാണാനായി സാധിക്കുന്നു. 40-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചെങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിലേക്ക് പോരുവാൻ നിനക്കിഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരണ്ട. ഇതാ ദേശമൊക്കെയും നിന്റെ മുൻപാകെ ഇരിക്കുന്നു, നിനക്കിഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രവാസത്തിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇരമ്യാവിനെ നോക്കിയിട്ട് അവിടുത്തെ മിലിറ്ററി കമാൻഡർ ആയിരിക്കുന്ന ഒരു ഓഫീസർ അവനോട് അനുകൂലത തോന്നിയിട്ട് അവൻ്റെ ബന്ധനങ്ങളെ, അവൻ്റെ ചെങ്ങലകളെ കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് സ്വതന്ത്രമായ ഒരു ഫ്രീഡം അവൻ്റെ ലൈഫിലേക്ക്, ഇരമ്യാവിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിനകത്ത് ഒരു സാധ്യതകളുമില്ല, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ ഇരമ്യാവായിരിക്കുമ്പോഴും ദൈവം കണ്ടവൻ എപ്പോഴും ദൈവത്തിന് ശേഷിപ്പിൽ നിന്ന് ഒരു അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. അതുപോലെ ശേഷിച്ചിരിക്കുന്ന യെരൂശലേമിൽ നിന്ന് കർത്താവിന് വീണ്ടും ചിലത് ആരംഭിക്കേണ്ടതിന് ഇരമ്യാവിനെ കൊണ്ട് ദൈവത്തിന് വീണ്ടും പദ്ധതി ഉണ്ടായതുകൊണ്ട് ഈ മിലിറ്ററി ഓഫീസറിലൂടെ ദൈവം സംസാരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം വീണ്ടും ഇരമ്യാവിനെ മടക്കിക്കൊണ്ടുവരികയാണ്. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന് ഏത് സാഹചര്യത്തിലും എങ്ങനെയും പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഏത് അവസ്ഥയുടെ നടുവിലും ദൈവത്തിന് ആരെയും അനുകൂലമാക്കി മാറ്റാൻ കഴിയും. എല്ലാം പ്രതികൂലമാണ്, എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ അനുകൂലമായ കരം ആ ഓഫീസറിലൂടെ ദൈവം ഇരമ്യാവിൻ്റെ ലൈഫിനകത്ത് വെളിപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ ലൈഫിനകത്ത് ദൈവം എപ്പോഴും റിസേർവ് ചെയ്യും, കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യും, ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല, എനിക്ക് വേണ്ടി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആരുമില്ല എന്നോർത്ത് വ്യാകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ചില വ്യക്തികളെ അനുകൂലമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അധികാരികളോട്, ചില വ്യക്തികളോട്, ചില ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അനുകൂലതകൾ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ലൈഫിൽ ചെയ്യും. ഇരമ്യാവിൻ്റെ ലൈഫിനകത്ത് ആ ദൈവികമായ ഡെലിവറൻസ് ഒരു മിലിറ്ററി ഓഫീസറിലൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ വിശ്വസിക്കുക, ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിലും കർത്താവ് ചില വ്യക്തികളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് കഴിയും. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്ലെസ്സിംഗ് ആയെന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.